ഇന്ന് നമ്മളെല്ലാവരും ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അതാണല്ലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഉത്തരവാദപ്പെട്ട ചിലര് പരസ്യമായി പറയുകയാണല്ലോ, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല, ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന്. എന്താണ് അതിൻ്റെ പിന്നിലെ വികാരം എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ 1 എന്ന സ്ഥാനം അംഗീകരിച്ചിരുന്നു. അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ, ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വം കൊണ്ട് കിട്ടിയതാ? 10 നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്, ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. അതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. വിവിധ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു. വലിയ മാറ്റം. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത്. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത്, നമ്മുടെ കേരളമല്ലേ അതിൻ്റെ ഭാഗമായി മേന്മയിലേക്ക് എത്തുന്നത്. എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത്? ഇത് LDFന്റെ നേട്ടമായി മാത്രം എല്ലാവരും കാണേണ്ടത്, നാടിൻ്റെ നേട്ടമല്ലേ. LDFനോട് വിരോധമുള്ളവരുണ്ടാകാം, പക്ഷെ നാടിനോടുള്ള വിരോധമായി മാറാൻ പാടുണ്ടോ?